സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തോ വന്ദേ ഗുരുപരമ്പര വന്ദേ ഗുരുപരമ്പര. ഓം ശ്രീ പരമാത്മാ പ്രഭാമയായ വേദായ വേദ്യായ ഗണേശ്വരായ പ്രബോധചന്ദ്രായ ദക്ഷരായ സത്യാനന്ദദേവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ ബാക്കി ഓരോ ശ്ലോകങ്ങളെ പറ്റി പറയാമെന്ന് പറഞ്ഞ കടവംശത്തിൻ്റെ അടുത്ത ശ്ലോകത്തിലേക്ക്, ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാനായിട്ട് പോയി. അതിന് മുമ്പായിട്ട് ഞാൻ വേദാന്ത ശാസ്ത്രം എന്താണ് വേദാന്തം, ഈ വേദാന്ത ശാസ്ത്രത്തെ പറ്റി, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ശാസ്ത്രം തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ശാസ്ത്രം. എന്ത് വിഷയത്തെയാണെങ്കിലും ആ വിഷയത്തെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ, കാര്യം എന്ന് പറയുന്നത് തെളിയിക്കപ്പെടാത്ത വിഷയങ്ങളെ ശാസ്ത്രമാണ്. ഇതുപോലെ വേദാന്തവും ഒരു ജീവിത ശാസ്ത്രമാണ്. ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശാസ്ത്രം. മനുഷ്യനെ വേറെ ഭൗതികമായ ഒത്തിരി ശാസ്ത്രങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് കാണുന്ന, ഈ ലോകത്ത് കാണുന്ന എല്ലാ ഭൗതിക ജീവിത സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിച്ച ശാസ്ത്രത്തിൻ്റെ വളർച്ച തന്നെയാണ്. അതുപോലെ തന്നെ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഈ വേദാന്ത ശാസ്ത്രത്തെ വളർത്തിയെടുത്തത്. മനസ്സ് വളരാത്തോളം കാലം, അല്ലെങ്കിൽ ആത്മബോധം വളരാത്തോളം കാലം മനുഷ്യനായി തന്നെ ജീവിക്കുകയാണെന്ന് സംശയം. കാര്യം, ഈ ലോകത്ത് ഇഷ്ടംപോലെ സൈസ് ജന്മങ്ങളുണ്ട്. അമീബ മുതൽ, ഇന്നലെ ഞാൻ പറഞ്ഞു, നീലത്തിമിംഗലം വരെയുള്ള സമസ്ത ജീവജാലം. ഈ അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള സമസ്ത ജീവജാലങ്ങളിലെ ശ്രേഷ്ഠനായ ജീവിയാണ് മനുഷ്യൻ. കാര്യം, ആ ശ്രേഷ്ഠത അവൻ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം. എല്ലാ ജീവികൾക്കും, മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ ജീവികൾക്കും 3 വികാരങ്ങൾ മാത്രമാണ്: തിന്നിയ, ഉറങ്ങിയ, സന്താനോൽപാദനം ചെയ്യും. അത് അമീബയും തിന്നുന്നുണ്ട്, നീലത്തിമിംഗലവും തിന്നുന്നുണ്ട്, അതുപോലെ തന്നെ അത് ഉറങ്ങുന്നുണ്ട്, സന്താന ഉൽപാദനവും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ജീവജാലങ്ങളിലെയും കൂട്ടത്തിൽ മനുഷ്യന് ശ്രേഷ്ഠത വന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിന്തിക്കുക, പ്രവർത്തിക്കുക. നമ്മൾ ചിന്തിച്ചും പ്രവർത്തിച്ചും ആണോ ജീവിക്കുന്നത്? ചിന്തിച്ച് പ്രവർത്തിച്ചാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ഓരോരുത്തരും ഇനിയെങ്കിലും നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ഈ ലോകത്തിന് ക്ഷേത്രങ്ങളോ പള്ളികളോ അല്ലെങ്കിൽ വേറെ അനുബന്ധമായ ആത്മീയ ശാഖകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല മനുഷ്യൻ നന്നാകുന്നത്. മനുഷ്യൻ ആ ഉള്ള സാധനങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് പുസ്തക പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല. ഹിന്ദുക്കളിലാണെങ്കിൽ ഇഷ്ടംപോലെ 4 വേദങ്ങൾ, 108 ഉപനിഷത്തുകൾ, അത് പ്രധാനപ്പെട്ടതാണ് 108 ഉപനിഷത്ത്, പിന്നെ ഉപനിഷത്തുകൾ ഉണ്ടെന്ന് പറയുന്ന, പിന്നെ പുരാണങ്ങൾ, അതുപോലെ 18 പുരാണങ്ങൾ, അതുപോലെ തന്നെ 6 ശാസ്ത്രങ്ങൾ, അങ്ങനെ ഈ പ്രകരണ ഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെ അവരവർക്ക് അനുയോജ്യമായ, ഇപ്പം ശങ്കരൻ്റെ വിവേക ചൂടാമണി പോലുള്ള പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ഇഷ്ടം പോലെ പുസ്തകങ്ങൾ ഹിന്ദുക്കളുണ്ട്. അതുപോലെ മുസ്ലിം സമുദായത്തിന് എന്ന് പറയുന്ന ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകം അവർക്കുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ എന്ന് പറയുന്നത് ഒരു ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം അവർക്കുണ്ട്, പ്രധാനപ്പെട്ട. അപ്പോൾ അതിനും അവർക്ക് പ്രകടന പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണും 2 കൂട്ടർക്കും. പക്ഷേ അതിൻ്റെ പുസ്തകത്തിൻ്റെ ക്ഷാമമോ പണ്ഡിതന്മാരെ ക്ഷാമമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളുടെയോ പള്ളികളുടെയോ ഒന്നും ക്ഷാമം ആണോ ഇന്നത്തെ ജനസമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളും നീറ്റലുകളും എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം, ഇന്നത്തെ ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, അവർക്ക് താമസിക്കാൻ നല്ല വീടുകളുണ്ട്, കാറുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ വിദ്യാഭ്യാസത്തിൽ തന്നെ നല്ല നല്ല സ്കൂളുകളിൽ കുട്ടികളെ വിട്ട് പഠിപ്പിക്കാൻ അമ്മയച്ഛനും ശ്രമിക്കുന്നു. അതുപോലെ നല്ല നല്ല സ്കൂളുകളിൽ വിട്ട് നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇഷ്ടംപോലുണ്ട്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ, പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇഷ്ടംപോലുണ്ട്, കോളേജുകളുണ്ട്. ഇതിനൊന്നും നമുക്ക് ക്ഷാമമില്ല. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് ഓരോ ദിവസവും കഴിയും തോറും അടിക്കടിക്ക് വളരെ അധമമായ, ചിന്തിച്ച് പ്രവർത്തിക്കാത്ത മനുഷ്യരായി മാറുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം, നമുക്ക് ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ കാണാം, അമ്മ മകനെ അടിച്ചു കൊന്നു, ഭർത്താവ് ഭാര്യയെ ഞെക്കി കൊന്നു, അതുപോലെ കുട്ടിയെ വെള്ളത്തിലിറങ്ങി കൊന്നു,
അതുപോലെ തന്നെ അമ്മയെ അച്ഛനെ സഹോദരങ്ങളെയൊക്കെ തലക്ക് ചുറ്റി വെച്ച് അടിച്ചു കൊന്ന് കള്ളും കഞ്ചാവും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നും ഒക്കെ അടിച്ചുകൊണ്ട് ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോഴത്തേക്ക് ആ സ്വന്തം സഹോദരങ്ങളെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ അടിച്ചു. അത് ഒരു സമൂഹത്തിൽ എന്നുള്ളതല്ല, എല്ലാ സമൂഹത്തിലും, ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും മുസ്ലിം മതത്തിലാണെങ്കിലും അതിലുള്ള കുട്ടികൾ ഇന്ന് സ്റ്റാഡിസത്തിന്റെ അങ്ങേ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്രം വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഇതൊന്നും സംഭവിച്ചില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് വല്ലവരുടെയും വീട്ടിലല്ലേ ഇതൊക്കെ ഇന്ന് സംഭവിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് സമാധാനപ്പെടാം. പക്ഷേ നമ്മളത് ഞെട്ടലോടുകൂടിയാണ് നമ്മുടെ വീട്ടിലേക്ക് എന്നാണ് ഇത് ചേക്കേറി എത്തുന്നത് എന്നാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും അല്ലെങ്കിൽ ഓരോ ഭാരതീയൻ്റെയും വിഷമമെന്ന്, ഓരോ അച്ഛനമ്മമാരുടെയും വിഷമമെന്ന്, ഓരോ സഹോദരങ്ങളുടെയും വിഷമമെന്ന് ഇത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, നിങ്ങൾ ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ത്യാനി, ആ നിൽക്കുന്ന ജാതിയിൽ തന്നെ നിങ്ങൾ നിന്നോ. ആ ജാതിയിൽ നിന്ന് കാര്യം ഒരുത്തിന് അബ്ദുള്ള കുട്ടീനെ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു കുമാര എന്ന് വിളിച്ചാൽ ശരിയാകത്തില്ല. പിന്നെ അബ്ദുള്ള കുട്ടി തന്നെ ആയിട്ട് വളർന്നോട്ടെ. അതുപോലെ തന്നെ ജോർജിന് ഒരിക്കലും അബ്ദുള്ള കുട്ടിയോ കുമാരനായിട്ടോ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. അവൻ വളർന്നു വന്ന ഒരു സാഹചര്യം, അവൻ വളർന്നു വന്ന ആചാരക്രമങ്ങൾ, ആ ആചാരക്രമങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാതെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് ഒരാളെ കൺവെർട്ട് ചെയ്യുക, അല്ല ഇതിലോട്ട് വാ, ഇവിടെ എന്തുകൊണ്ട് വലിയ കാര്യങ്ങളുണ്ട് എന്നുള്ളതല്ല. എവിടെ ഏത് മതത്തിൽ നിന്നാലും അതിനകത്ത് മനുഷ്യന്റെ മനസ്സും അവന്റെ ബോധവും ഒക്കെ അടങ്ങുന്നുണ്ടോ, അവന്റെ ചിന്തകൾക്ക് കഴിവിട്ട ചിന്തകൾ അവനിലേക്ക് വരുന്നുണ്ടോ, ആ ചിന്തകളെ അവനെ അടക്കാൻ സാധിക്കുന്നുണ്ടോ, അവൻ ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഖുറാനിലും ബൈബിളിലും ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഗീതയിലും ഒക്കെ ഉള്ള കാര്യം അവന്റെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നുണ്ടോ, അവൻ ആ കാര്യങ്ങൾ അവൻ പഠിച്ചവന്റെ മനസ്സും അവന്റെ ബുദ്ധിയും ഒക്കെ അടങ്ങി അവനൊരു നല്ല പൗരനായി ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടോ. അത് അബ്ദുള്ള കുട്ടിയോ ജോർജോ കുമാരനോ അല്ല പങ്കയാശനോ ആരെങ്കിലും ആകട്ടെ എന്ന് ഇതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ക്ഷേത്രങ്ങളുടെ കുറവില്ല, പള്ളികളുടെ കുറവില്ല, അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ വിദ്യാഭ്യാസ ശാഖകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ കുറവില്ല. പക്ഷെ അനുദിനം മനുഷ്യൻ അധമമായ രീതിയിലേക്ക് പോകുന്നു. അവൻ ഈ പഠനങ്ങൾ കൊണ്ട് അവൻ തൃപ്തനാകുന്നില്ല. അവൻ എന്തോ രീതിയിൽ അന്ധൻ ആനയെ കാണുന്നത് പോലെ അവനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥിതികൾക്ക് മാറ്റം വരാൻ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇനിയെങ്കിലും സാധിക്കണ്ടായോ? അതിനുവേണ്ടി നമ്മുടെ അച്ഛനും അമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളും നമുക്ക് ഇനിയെങ്കിലും ശ്രമിച്ചുകൂടെ? നിങ്ങൾ ഈ ആരുടെയും വകയല്ല, ആരുടെയും സ്വന്തവുമല്ല ഈ പറയുന്ന ഭാരതത്തിലെ വേദവും എല്ലാ മനുഷ്യന്റെയും സത്തയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നിങ്ങളുടെ കാര്യം എന്ന് പറയുന്ന അതൊരു മതത്തിന്റെ അല്ല ഒരു ജാതി. അതാണ് ശങ്കരാചാര്യർ പറയുന്നത്, ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണ ദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി ബ്രഹ്മ തത്വമസി പാവയാത്മി. ആ ബ്രഹ്മത്തിലേക്ക്, ആ തത്വത്തിലേക്ക് പോകാനുള്ള ചൂണ്ടുപലകയാണ് ഈ പറയുന്ന വേദവും വേദാന്തവും. അല്ലാതെ ഒരു മതത്തിന്റെയോ ഒരു ജാതിയുടെയോ ഒന്നും കുത്തകയല്ലെന്നുള്ളതിനെ പറ്റി നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യ മനസ്സിനെ ധ്യാനവും ജപവും അതുപോലെ തന്നെ യോഗയും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമാക്കുന്ന, അത് ഏത് മതത്തിൽ ഇതൊക്കെ ഉണ്ടോ, ഏതൊക്കെ മതത്തിൽ ഈ പറയുന്ന രീതിയൊക്കെ ഉണ്ടോ, അതിനെ അനുവർത്തിച്ച് ആ മതത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ കുട്ടികളെ ശാന്തവും സുന്ദരവുമാക്കേണ്ടത് ഓരോ മതാചാര്യന്മാരുടെയും കടമയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ ഒരു ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാം അധ്യായം 1-ാം വരി. ഓം ഉശൻഹ വൈ വാജസ്രവസ സർവവേദസം ദദൗ തസ്യ നചികേത നാമ പുത്ര സ. വാജിസ്രവസ് വാജപദത്തിന് അന്നമെന്ന് അർത്ഥം. അന്നദാനത്തിന് പേരെടുത്തവനാണ് വാജിസ്രവസ്. നചികേതസിന്റെ അച്ഛനായ വാജിസ്രവസ് അന്നദാനത്തിന് പേരെടുത്തവൻ. നമ്മളുമൊക്കെ അന്നദാനങ്ങൾക്ക് പേരെടുത്തവരാണ്. പക്ഷെ നമ്മുടെ അന്നദാനങ്ങളൊക്കെ ശരിയായ ദാനമായി മാറുന്നുണ്ടോ? ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ പലയിടത്തും ദാനങ്ങൾ നടത്തുന്നു, അന്നദാനങ്ങളൊക്കെ നടത്തുന്നു. ഈ അന്നദാനമൊക്കെ നമുക്ക് നമ്മുടെ പേരും പെരുമയ്ക്കും വേണ്ടി, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അന്നദാനം നടത്തുന്നത്? അങ്ങനെയുള്ള ദാനങ്ങളൊക്കെ നമുക്ക് സുന്ദരമായിരിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ സുഖകരമായ കാര്യങ്ങൾ ഉണ്ടാക്കുമോ? നമ്മുടെ മനസ്സടങ്ങാനുള്ള, നമ്മുടെ ചിന്തകൾ അടങ്ങാനുള്ള വഴി തെളിക്കുമോ? അതോ നമ്മുടെ ചിത്തത്തിനകത്ത് അഹങ്കാരവും ഞാൻ വലിയ ആളാണെന്നുള്ള പെരുമയും ഈ പറയുന്ന വാജിസ്രോസിനെ പോലെ ഉണ്ടാക്കുമോ നമുക്ക്? അതിനുവേണ്ടിയാണോ നമ്മൾ അന്നദാനം നടത്തുന്നത്? ആ അന്നദാനം കൊണ്ട് നമുക്ക് വാജിസ്രോസിന്റെ ഈ പേരും പെരുമയും ഉണ്ടാക്കാൻ വേണ്ടിയാണോ നമ്മൾ നടത്തുന്നത്? അതോ എൻ്റെ കയ്യിലുള്ള
ഒരു രൂപയാണെങ്കിൽ, അല്ലെ എൻ്റെ കയ്യിലുള്ള എൻ്റെ വീട്ടിൽ വെച്ച നാഴികേരിയുടെ ചോറിൽ നിന്ന് ഒരാൾക്കെങ്കിലും, ഒരു ജീവിക്കെങ്കിലും ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ഞാനത് സന്തോഷത്തോടുകൂടി കൊടുക്കാൻ, എനിക്ക് യാതൊരുവിധ അതിൽ നിന്ന് ഒരു ആനുകൂല്യവും വേണ്ട, ഒരു പുണ്യവും വേണ്ട എന്നും പറഞ്ഞു കൊടുക്കാനുള്ള തീരുമാനത്തോടു കൂടിയാണോ നിങ്ങളെല്ലാവരും ദാനം നടത്തുന്നത്? അതോ വാജ്യസ്രവസ് നടത്തിയ പൊങ്ങച്ചത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഈ പറയുന്ന ദാനം നടത്തുന്നത്? അങ്ങനെയുള്ള ദാനങ്ങളെ ഇന്നത്തെ തലമുറ, ഇന്നത്തെ കുട്ടികൾ എങ്ങനെ നോക്കിക്കാണും? എൻ്റെ അച്ഛൻ ഇതുപോലത്തെ പൊങ്ങച്ചത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തിയാൽ എൻ്റെ മകനും അതേ രൂപത്തിലല്ലേ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കി ഏതെങ്കിലും രൂപത്തിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചോ പോക്കറ്റ് വലിച്ചു കയറിയോ കാശുണ്ടാക്കിയിട്ട് ഇവിടെ കുറെ അന്നദാനം നടത്തിയാൽ ഇവിടുത്തെ എല്ലാം നിന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ പറ്റുമെന്ന് മകനെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ അന്നദാനം നടത്തുന്നത്? അതോ നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണോ? നിങ്ങൾ എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്? അത് നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? അങ്ങനെ പരിശോധിക്കാൻ നിങ്ങളിൽ ഓരോരുത്തർക്കും എന്നെങ്കിലും ആ അവസരങ്ങളുണ്ടാണെങ്കിൽ, എന്നെങ്കിലും അതിനുള്ള ആ അന്നദാനം നിങ്ങളുടെ മനസ്സോടുകൂടി നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ ദാനം നടത്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ദാനം നിങ്ങൾക്ക് പുണ്യകരമായിരിക്കും. ആ ദാനമായിരിക്കട്ടെ നിങ്ങളിലേക്ക് വാജ്യസ്രോതസ്സിൻ്റെ ദാനമല്ല, നിങ്ങളിലേക്ക് നിങ്ങളുടെ കൊച്ചൊരു ദാനമാണെങ്കിലും അത് വളരെ സന്തോഷകരമായി കൊടുക്കുന്നതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിലെ കാര്യം നാളെ പറയാം, നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നേ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.